ചങ്ങായിമാരെ, ഞാൻ നിങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കുറച്ച് ഭീകരമായ വാർത്തകളുടെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഉത്തരേന്ത്യ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ സംഖ്യയുടെ എല്ലാമായ ഊപ്പിയിൽ നടക്കുന്ന സംഖ്യകളുടെ കുറച്ച് ഭീകര പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോ പറയുന്നത്. ഈ ഭീകര പ്രവർത്തനങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. കാലാകാലങ്ങളായി ഉത്തരേന്ത്യ ഉണ്ടല്ല BJP നടന്ന ഭീകര പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. എന്തായാലും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണാം. അതിനുശേഷമുള്ള നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഉത്തരേന്ത്യയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകും. പക്ഷേ കാണിക്കുന്ന വാർത്തകൾക്കപ്പുറം അവിടെ വളരെ ആസൂത്രിതമായി നടക്കുന്ന ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണോ അതോ നിയമങ്ങളൊക്കെ ചിലരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വേറെ ഏതോ ലോകത്താണോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ. ഈ അടുത്ത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്ന് ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. നിങ്ങളിൽ ചിലരെങ്കിലും സോഷ്യൽ മീഡിയയിൽ അത് കണ്ടിട്ടുണ്ടാകും. പരസ്യമായി ഒരു ജനവിഭാഗത്തിന് നേരെ വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന, മനുഷ്യരിൽ വെറുപ്പും വിദ്വേഷവും മാത്രം നിറയ്ക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും ദൃശ്യങ്ങളുമാണത്. ഗാസ മോഡൽ ഇന്ത്യയിലും നടപ്പിലാക്കണം, മുസ്ലിങ്ങളുടെ അന്ത്യം വംശഹത്യയിലൂടെ ആയിരിക്കും എന്നൊക്കെയാണ് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്? ആരാണ് ഇവരുടെയൊക്കെ പിന്നിൽ? ഇതിന്റെയൊക്കെ ഫണ്ടിങ് എവിടെ നിന്നാണ് വരുന്നത്? നമുക്കിതിന്റെ പിന്നിലെ രാഷ്ട്രീയവും യാഥാർത്ഥ്യങ്ങളും വളരെ ലളിതമായി ഒന്ന് വിശകലനം ചെയ്യാം. നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വശത്ത് രാജ്യത്ത് അധികാരം നിലനിർത്താൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തുകയും ജനപ്രതിനിധികളായിട്ടുള്ള MPമാരെയും MLAമാരെയും ഒക്കെ പണം കൊടുത്ത് ചാക്കിട്ട് പിടിക്കുകയും ചെയ്യുന്ന വലിയ രാഷ്ട്രീയ കളികൾ നടക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനേക്കാൾ ഭയാനകമായ മറ്റൊരു പണി മറുഭാഗത്തും നടക്കുന്നുണ്ട്. അതായത് ഒരു പണിയുമില്ലാത്ത, ഒരു ജോലിയുമില്ലാത്ത ഒരു വിഭാഗം ആളുകളെ ചില സംഘടനകൾ ഇവിടെ ചെലവും കൊടുത്ത് വളർത്തുകയാണ്. ഇവർക്ക് വേറെ കൂലിപ്പണിക്കോ മേസ്തിരി പണിക്കോ IT കമ്പനികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ചെയ്യാനോ പോകേണ്ട ആവശ്യമില്ല. ഇവർക്ക് യാതൊരുവിധ ലൈഫ് സ്ട്രെസ്സുമില്ല. ആഡംബരപൂർവ്വമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചിലർ ഒരുക്കി കൊടുക്കും. പകരം ഇവർ ചെയ്യേണ്ട ഒരേ ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ, രാജ്യത്ത് ആളുകളെ കൂട്ടി വിദ്വേഷവും വെറുപ്പും വിഷവിത്തുകളും പാകിക്കൊണ്ടേയിരിക്കുക. സമൂഹത്തിൽ എപ്പോഴും ഒരു അശാന്തി നിലനിർത്തുക. ഇതൊരു വെറും ആരോപണമല്ല. കൃത്യമായ തെളിവുകളോടെയുള്ള ചില സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് വലിയൊരു വാർത്ത വന്നിരുന്നു. പശുക്കടത്ത് ആരോപിച്ച് ഒരു മുസ്ലിം യുവാവിനെ ആൾക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഒരു കേസിൽ കോടതി വിധി പറയുകയുണ്ടായി. സാധാരണ ഇത്തരം കേസുകളിൽ പ്രതികൾ രക്ഷപ്പെടുകയാണ് പതിവ്. എന്നാൽ ഈ കേസിൽ 14 സംഘപരിവാർ പ്രവർത്തകരെ കോടതി കൃത്യമായി ശിക്ഷിച്ചു. പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? കോടതി ശിക്ഷിച്ച ഈ പ്രതികളെ വെറുതെ വിട്ടില്ലെങ്കിൽ തെരുവിൽ വലിയ പ്രക്ഷോഭം നടത്തുമെന്നാണ് ഇവരുടെ ഭീഷണി. അതായത് രാജ്യത്തെ നിയമവ്യവസ്ഥയെയും ഭരണഘടനയെയും രാജ്യത്തെ കോടതികളെ പോലും പരസ്യമായി ചോദ്യം ചെയ്യാനും ഭീഷണിപ്പെടുത്താനും ഇവർക്ക് ധൈര്യം വരുന്നു. ഈ ധൈര്യം ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് ഭരണകൂടത്തിന്റെ തണൽ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇതേ UPയിൽ നിന്ന് തന്നെ വരുന്ന മറ്റൊരു വാർത്ത നോക്കൂ. ഒരു കല്യാണത്തിന് ബീഫ് വിളമ്പി എന്ന് ആരോപിച്ച് വധുവിനെയും വരനെയും അവരുടെ കൂടെയുള്ള ആളുകളെയും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അവിടെയും തീർന്നില്ല. ആ ബീഫ് വിളമ്പി എന്ന് പറയുന്ന കല്യാണ ഹാൾ, ഒരു വലിയ മണ്ഡപം, അത് ബുൾഡോസർ രാജ് ഉപയോഗിച്ച് ഇടിച്ചു നിരത്താൻ UP പോലീസ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ബീഫ് വിളമ്പിയോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഒരു ആരോപണത്തിന്റെ പേരിൽ ഒരാളുടെ സ്വത്തുക്കളും സ്ഥാപനങ്ങളും ബുൾഡോസർ വെച്ച് തകർക്കാൻ ഇവിടെ അധികാരികൾക്ക് യാതൊരു മടിയുമില്ല. ഇനി ഇതിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, ഇതേ ഉത്തർപ്രദേശിലെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിന്നും മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ഇപ്പോഴും എണ്ണി കണക്കാക്കാൻ പറ്റാത്ത അത്രയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും കൊള്ളയും നടന്നതായി വാർത്തകൾ വരുന്നു. ഭക്തജനങ്ങൾ തങ്ങളുടെ വിയർപ്പൊഴുക്കി നൽകിയ കാണിക്കയും കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും വെള്ളിയും ഒക്കെ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ചെയ്തത് ഏതെങ്കിലും ഇതര മതസ്ഥരല്ല, മറിച്ച് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുന്നു എന്ന് പറയുന്ന ഇതേ ആളുകൾ തന്നെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വശത്ത് ദൈവത്തിന്റെ പേരിൽ സ്വന്തം അമ്പലങ്ങൾ കൊള്ളയടിക്കുക, മറുവശത്ത് പശുവിന്റെ പേരിലും ഭക്ഷണത്തിന്റെ പേരിലും സാധാരണക്കാരെ തല്ലിക്കൊല്ലുകയും അവരുടെ സ്ഥാപനങ്ങൾ തകർക്കുകയും ചെയ്യുക. ഇതാണോ യഥാർത്ഥത്തിൽ ഇവരുടെ ക്ഷേത്ര സംരക്ഷണവും ഗോസംരക്ഷണവും? ഇതിലും വലിയൊരു ഇരട്ടത്താപ്പ് ഈ ഗോസംരക്ഷണത്തിലുണ്ട്. നമ്മുടെ രാജ്യം ഒരു ഭാഗത്ത് ഗോശാലകൾ ഉണ്ടാക്കുമ്പോൾ മറുഭാഗത്ത് ഇതേ രാജ്യത്ത് നിന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ടിംഗ് ബിസിനസ് നടക്കുന്നത്. കോർപ്പറേറ്റ് അറവുശാലകളിലേക്ക് പശുക്കളെ എത്തിക്കുന്നതും അവിടെ നിന്ന് വിദേശത്തേക്ക് കയറ്റി അയച്ച് കോടികൾ ലാഭമുണ്ടാക്കുന്നതും ഇതേ ആളുകളുടെ ബിസിനസ് സാമ്രാജ്യങ്ങളാണ്. അപ്പോൾ സാധാരണക്കാരെ തമ്മിലടുപ്പിക്കാൻ മാത്രം ഗോസംരക്ഷണം പറയുകയും ബിസിനസ് വരുമ്പോൾ കോടികൾ കൊയ്യുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇത്തരം വിദ്വേഷ രാഷ്ട്രീയത്തിന് പിന്നിൽ വലിയ രീതിയിലുള്ള വിദേശ ഫണ്ടിങ്ങും ഹവാല പണമിടപാടും ഉണ്ടെന്നാണ് ഉയരുന്ന ആരോപണങ്ങൾ. ഈയടുത്ത് രാജ്യത്ത് വിദേശ ഫണ്ടിംഗ് സ്വീകരിക്കുന്നതിനെതിരെ വളരെ കർശനമായ നിയമ ഭേദഗതികൾ സർക്കാർ കൊണ്ടുവരികയുണ്ടായി. സന്നദ്ധ സംഘടനകളുടെയും മറ്റും അക്കൗണ്ടുകൾ പൂട്ടിപ്പിച്ചു. എന്നാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ടിംഗ് വരുന്നത് ആർക്കാണെന്ന് നോക്കിയാൽ ഇത്തരം സംഘടനകൾക്കാണെന്ന് കാണാം. പക്ഷേ അവർക്ക് രജിസ്ട്രേഷൻ വേണ്ട, ഇൻകം ടാക്സ് നൽകേണ്ട, യാതൊരുവിധ പരിശോധനകളുമില്ല. രാജ്യത്തിന്റെ ഒരു നിയമവും ഇവർക്ക് ബാധകമല്ല. ഈ വരുന്ന കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചാണ് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ
സൃഷ്ടിക്കാൻ ആളുകളെ സ്പോൺസർ ചെയ്യുന്നത്. വ്യാജ വാർത്തകളും പച്ചക്കള്ളങ്ങളും പ്രചരിപ്പിച്ചാണ് ഇവർ ഓരോ കലാപങ്ങളും ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം യുപിയിൽ തന്നെ ഒരു പശുക്കുട്ടിയെ അറുത്തിട്ട് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം ആളുകളെ പോലീസ് പിടികൂടുകയുണ്ടായി. തങ്ങൾ വിചാരിച്ച രീതിയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും വരെ ഇവർ ചരടുകളാക്കുകയാണ്. വലിയൊരു ഉദാഹരണം പറയാം. മുൻപ് വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത രാജേഷ് ശർമ്മ എന്നൊരാളുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ ആക്രമണത്തിൽ കപ്പൽ ജീവനക്കാരായ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട വാർത്ത നമ്മൾ കണ്ടതാണ്. ഇതിൽ ഒരാൾ ഈ രാജേഷ് ശർമ്മയുടെ മകൻ ആദിത്യ ശർമ്മയായിരുന്നു. വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത ഒരു പിതാവിന് സ്വന്തം മകന്റെ ജീവനറ്റ ശരീരം 2 കൈകൊണ്ടും സ്വീകരിക്കേണ്ടി വന്ന ഗതികേട് നമ്മൾ കണ്ടു. ഈ ആക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകൾ ഒടുവിൽ സ്വന്തം കുടുംബങ്ങൾ തന്നെയായി മാറും എന്നതിന് ഇതിലും വലിയ ഉദാഹരണമില്ല. രാജ്യത്തെ വിദ്യാർത്ഥികൾ മെഡിക്കൽ പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെയും അവരുടെ ഭാവിക്കായും തെരുവിൽ സമരം ചെയ്യുകയാണ്. ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും യുവത്വം പോരാടുമ്പോൾ ഈ ഭരണാധികാരികളുടെ മുൻഗണന എന്താണ്? അവർ ഇത്തരം വിദ്വേഷം പടർത്തുന്ന ആളുകൾക്ക് നിയമപരമായ പരിരക്ഷ നൽകുകയാണ് ചെയ്യുന്നത്. കേന്ദ്ര നിയമമന്ത്രിമാരും ഭരണാധികാരികളും ലോകത്തിന് മുന്നിൽ വന്ന് പറയും, ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ്, ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന്. ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരിങ്ങനെ പറയുന്നത് എന്നാണ് അവരുടെ വാദം. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? നിരന്തരമായി അധിക്ഷേപങ്ങളും അക്രമങ്ങളും തുടർക്കഥയാകുമ്പോൾ കഴുത്തിൽ കത്തിവെക്കുമ്പോഴും ഞാൻ സുരക്ഷിതനാണ് എന്ന് ഭയത്തോടെ വിളിച്ചു പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് രാജ്യം പോകുന്നത്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം, എല്ലാവർക്കുമുള്ള തുല്യ അവകാശം, ഇതൊക്കെ തകർത്ത് രാജ്യത്തെ ഒരു അരാജകത്വത്തിലേക്ക് തള്ളിവിടാനുള്ള ഈ ശ്രമങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെയൊക്കെ നാളെയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇതിനെതിരെ നമ്മൾ ചിന്തിച്ചേ മതിയാകൂ. ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സംഖ്യലുണ്ടല്ല, വിദ്യാഭ്യാസം തീരില്ലാത്ത ഒരുപാട് യുവാക്കളുണ്ടല്ല വളർത്തിയെടുത്തിട്ടുണ്ട് മാത്രമല്ല ഇനി അങ്ങോട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു തലമുറ ഉണ്ടാക്കാൻ തന്നെയാണ് ഈ സംഖ്യകൾ പരമാവധി നോക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് സ്കൂളാണ് യുപിയിൽ മാത്രം പൂട്ടിയിട്ടുള്ളത്. എന്നിട്ട് പഠിക്കേണ്ട ആ കുട്ടികൾ, ആ യുവത്വം ഉണ്ടല്ല, മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായിട്ടുണ്ടല്ല, എന്ത് ഭീകര പ്രവർത്തനം സംഖ്യകൾ പറഞ്ഞ എന്ത് വൃത്തികേടുണ്ടല്ല അത് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നടക്കുന്നു. നിങ്ങൾ ഈടായിട്ട് ഇൻസ്റ്റയിൽ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. കാവടി യാത്ര, യുപിയിൽ കാവടി യാത്ര എന്നിട്ട് ഹിന്ദുക്കളുടെ ഒരു ആരാധനയുണ്ട്. ആ ആരാധനാ യാത്രയിലുണ്ടല്ലോ സംഖ്യകൾ മദ്യപിച്ചിട്ട് മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ടല്ല അഴിഞ്ഞാടുകയാണ്. ഒരൊന്നൊന്നര അഴിഞ്ഞാടുകയാണ്. അഴിഞ്ഞാട്ടെന്നെല്ലാം പറഞ്ഞാല് ഭക്തിപരമായിട്ട് പോകേണ്ട യാത്രയിലുണ്ടല്ല, ആ യാത്രയിലോട്ട് പോകുന്ന വാഹനങ്ങളുണ്ടല്ല ഈ സംഖ്യകൾ അടിച്ച് തകർക്കുന്നു. എന്തിന്? വിദ്യാർത്ഥികൾ, സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ വാഹനം ഉണ്ടല്ല അതുവരെ ഒരു മനസാക്ഷി ഇല്ലാതെ ഈ സംഖ്യയിലുണ്ടല്ല, ഈ മയക്കുമരുന്ന് അടിച്ച സംഖ്യയിലുണ്ടല്ല അടിച്ച് പൊളിക്കുന്നു. ഒരു ഭാഗത്തുണ്ടല്ല ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഉത്തരേന്ത്യയിലുണ്ടല്ല സംഖ്യകൾ ക്രൂരമായി മർദ്ദിക്കുന്നു. അതിന്റെ വേറൊരു ഭാഗത്ത് പാവപ്പെട്ട ദളിതർ ഈ സംഖ്യയിലുണ്ടല്ല ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താ പറയാ, നമ്മളെ കേരളത്തിലെ കുറച്ച് ദളിതർക്കുണ്ടല്ല ഈ സംഭവം ഇതുവരെ അറിഞ്ഞില്ല, അവർക്കുണ്ടല്ല ഇതുവരെ നേരം വെളുത്തിട്ടില്ല. കേരളത്തിലെ കുറച്ചെങ്കിലും ദളിതരുടെ വിചാരം എന്താ പറയാ, ബി.ജെ.പി വന്നാൽ അവർക്ക് ഭയങ്കര രക്ഷയായിരിക്കുന്നതാണ് ആ ദളിതരുടെ വിചാരം. അത്ര ആൾക്കാരുടെ ഒന്നേ പറയാവുള്ളൂ, കണ്ടാൽ അറിയാത്തവരുണ്ടല്ല, നല്ലോണം കൊണ്ടാലുണ്ടല്ല അപ്പൊ അറിഞ്ഞോളൂ. ഇന്നലെ തന്നെ നിങ്ങളൊക്കെ ഒരു മനോഹരമായ വാർത്ത കേട്ടില്ലേ? ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റിൽ കുത്തക സീറ്റിലുണ്ടല്ല ബി.ജെ.പി സ്ഥാനാർത്ഥി 8 നില പൊട്ടി. അതുപോലെ നേരായ ഇലക്ഷൻ നടന്നിട്ടുണ്ടെങ്കിലല്ല എല്ലാ സ്ഥലത്തും ബി.ജെ.പി ഉണ്ടല്ല 8 നില പൊട്ടും. പക്ഷെ ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ബി.ജെ.പിക്കാരുണ്ടല്ല അധികം കള്ളക്കളി ഉണ്ടല്ല അതിൽ നടത്താൻ നോക്കിയിട്ടില്ല. പക്ഷെ മെയിനായിട്ട് ഒരു ഇലക്ഷൻ വരുമ്പോഴല്ല സംഖ്യകൾ എല്ലാ കള്ളക്കളിയും കളിക്കും. അതായത് അവരുടെ മെയിൻ ഉടായ്പായ വോട്ടിംഗ് മെഷീൻ ഉണ്ടല്ല, വോട്ടിംഗ് മെഷീൻ ഉടായ്പായിട്ട് അവരെന്തായാലും വരും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബി.ജെ.പിനെ എങ്ങനെ ജനങ്ങൾ വിചാരിച്ചാൽ പോലും ഉണ്ടല്ല തോൽപ്പിക്കാൻ പറ്റൂല. പക്ഷെ ഇവരുടെ ഈ കള്ളക്കളിയൊക്കെ പൊളിക്കുന്ന ഒരു കാലം വരുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.